بسم الله الرحمن الرحيم الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول رب العالمين وعلى آله وصحابه أجمعين ومن تبعهم بإحسان إلى يوم الدين وحسن أولئك رفيقا ما بعد. അപ്പോൾ പേജ് നമ്പർ 523 എപ്പോഴും അല്ലേ 12 വരെ എടുത്തു. സൂറത്ത് തൂറ് പേജ് നമ്പർ 523 ആയത്ത് നമ്പർ 12 വരെ എടുത്തു. 13 മുതലാണ് എടുക്കാനുള്ളത് അല്ലേ? എന്നാ പിന്നെ നമുക്ക് ആ 11ാമത്തെ ആയത്ത് മുതൽ അടുത്ത പേജും കൂടെ ഒന്നാണ്ട് ഓതുകയല്ലേ അല്ലേ? ഇൻഷാ അല്ലാഹ് തുടങ്ങാം. 11ാമത്തെ ആയത്ത് എന്ന് പറഞ്ഞാൽ ഫവൈലുൻ യൗമഇദിൻ ലിൽ മുക്കദ്ദിബീൻ. അവിടെയല്ലേ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫവൈലുൻ യൗമഇദിൻ ലിൽ മുക്കദ്ദിബീൻ الذين هم في خوض يلعبون يوم يدعون إلى نار جهنم دعا هذه النار التي كنتم بها تكذبون أفسحر هذا أم أنتم لا تبصرون اصلوها فاصبروا أو لا تصبروا سواء عليكم إنما تجزون ما كنتم تعملون إن المتقين في جنات ونعيم فاكهين بما آتاهم ربهم ووقاهم ربهم عذاب الجحيم كلوا واشربوا هنيئا بما كنتم تعملون متكئين على سرر مصفوفة وزوجناهم بحور عين والذين آمنوا واتبعتهم ذريتهم بإيمان ألحقنا بهم ذريتهم وما ألتناهم من عملهم من شيء كل امرئ بما كسب رهين وأمددناهم بفاكهة ولحم مما يشتهون يتنازعون فيها كأسا لا لغو فيها ولا تأثيم ويطوف عليهم غلمان لهم كأنهم لؤلؤ مكنون وأقبل بعضهم على بعض يتساءلون قالوا إنا كنا قبل في أهلنا مشفقين فمن الله علينا فوقانا عذاب السموم إنا كنا من قبل ندعو إنه هو البر الرحيم فذكر فما أنت بنعمة ربك بكاهن ولا مجنون أم يقولون شاعر نتربص به ريب المنون قل تربصوا فإني معكم من المتربصين. ബാക്കിൽ സ്ഥലമല്ലെങ്കിൽ കുറച്ച് ആളുകൾക്ക് ഈ സൈഡിൽ വന്നിരിക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ചത് അല്ലദീന ഹും ഫീ ഖൗലിൻ യൽഅബൂൻ എന്നാണ് അല്ലേ? താന്തോന്നിത്തരങ്ങളിൽ
വൃത്തികേടുകളിൽ അനാവശ്യങ്ങളിൽ മുഴുകി ജീവിതം നശിപ്പിക്കുന്ന എല്ലാ കള്ളത്തരക്കാർക്കും ഇപ്പോൾ രണ്ടായിട്ട് അർത്ഥം അനാവശ്യങ്ങൾ, വൃത്തികേടുകൾ, താന്തോന്നിത്തരങ്ങൾ എല്ലാം കള്ളത്തരങ്ങളാണ്. അതിലൊന്നും ഒരു സത്യവുമില്ല, ധർമ്മമില്ല, ശരിയില്ല, ന്യായമില്ല, സംസ്കാരവുമില്ല. നാട്ടുനടപ്പനുസരിച്ചും അങ്ങനെയാണ്. വിവിധ മതവിഭാഗങ്ങൾ പരിഗണിക്കുന്നതും അങ്ങനെയാണ്. വിശിഷ്യ കാൽച്ചുവട്ടിൽ നരകവും സ്വർഗവുമുണ്ട് എന്ന് വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളുടെ നിലപാടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും മരണത്തെ മുമ്പിൽ കണ്ട് അല്ലേ, മരണത്തിന് തയ്യാറെടുത്ത് എപ്പോൾ മരിച്ചാലും രക്ഷപ്പെടുമെന്ന് ഒരു തോന്നലെങ്കിലും ഉളവാക്കുന്ന രൂപത്തിൽ ജീവിക്കേണ്ടവരാണ്. നാടെങ്ങനെയോ ആവട്ടെ, നാട്ടുകാരെങ്ങനെയോ ആവട്ടെ, നമ്മൾ നാടോടുമ്പോൾ നടുവേ ഓടേണ്ടവരല്ല. നമ്മൾ ചേര തിന്നുന്ന നാട്ടിൽ ചെന്നാൽ അതിൻ്റെ നടുക്കഷ്ണം തിന്നേണ്ടവരല്ല. നമ്മൾ ഓടേണ്ടത് ഏത് വഴിയെന്നും നമ്മൾ തിന്നേണ്ടത് എന്ത് എന്നുമൊക്കെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ട ഒരു സമൂഹമാണ് നാം. അതുകൊണ്ട് ഈ ഹൗല് നമുക്ക് പാടില്ല. നരകാവകാശികളായ ആളുകളോട് മാസലക്കും ഫീ സഖർ, നിങ്ങളെന്തേ നരകത്തിൽ പോകാൻ കാരണം എന്ന് സ്വർഗാവകാശികളായ ആളുകൾ ചോദിക്കുമ്പോൾ നരകക്കാർ പറയുന്ന ഒന്നാമത്തെ കാരണം ഖാലു ലം നകു മിനൽ മുസല്ലി, ഞങ്ങൾ കൃത്യമായി നമസ്കരിക്കുന്നവരായിരുന്നില്ല, ഒട്ടും നിസ്കരിച്ചിരുന്നില്ല എന്നല്ല, അതിൽ കൃത്യത പാലിച്ചിരുന്നില്ല. അത് ചെയ്തപ്പോൾ തന്നെ അതിൽ ഞങ്ങൾക്ക് ഇഖ്ലാസ്, ആത്മാർത്ഥത, ഏകാഗ്രത നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഏകാഗ്രതയും കൂടി ഉണ്ടായപ്പോഴും അതിൻ്റെ ഷർത്തുകളും ഫർളുകളും ഞങ്ങൾക്ക്, നമ്മളാണിത് അല്ലേ, ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഷർത്തുകളും ഫർളുകളും ഒക്കെ ശ്രദ്ധിച്ചപ്പോഴും അതിൻ്റെ സുന്നത്തുകളും അദബുകളും ഞങ്ങൾക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. മുഅ്മിനീങ്ങളെ, ഞങ്ങൾ ഒട്ടും നമസ്കരിക്കാത്തവരായിരുന്നു എന്നല്ല ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ മുസ്ലിം സമൂഹത്തിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കാത്ത മനുഷ്യന്മാരുണ്ടാവില്ല. ഉണ്ടാവോ? കുട്ടിക്കാലത്ത് വാപ്പാൻ്റെ ഉമ്മാൻ്റെ കൂടെ നടന്നിട്ട് നിസ്കരിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇത് ഒന്ന്. രണ്ടാമത്തത് വലം നകുനു തഅമുൽ മിസ്കീൻ, കഷ്ടപ്പെടുന്നവരും പാവപ്പെട്ടവരുമൊക്കെ നാട്ടിലുണ്ടായിട്ടും അവർക്ക് വേണ്ടി ഒരു കൈ സഹായം നൽകാൻ ഒരവസരം കിട്ടിയപ്പോൾ പുറംതിരിഞ്ഞു നിന്നുപോയി. അതിനോട് താല്പര്യം കാണിച്ചില്ല. മൂന്നാമത്തത് വകുന്നാ നഖൂദു മഅൽ ഖായിലീൻ. ഈ ആയത്ത് എന്താണ്? അല്ലദീന ഹും ഫീ ഖൗലിൻ, ഖാല യഖൂലു ഖൗലൻ. അവിടെ മൂന്നാമത്തെ ഏറ്റുപറച്ചിലെ മൂന്നാമത്തെ കുറ്റം വകുന്നാ നഖൂദു മഅൽ ഖായിലീൻ. ഒരു പൊങ്ങുതടി പോലെ നാട്ടുകാരൊക്കെ എങ്ങനെ ആകുമ്പോൾ നമ്മക്കായിട്ട് മാറിക്കാൻ പറ്റൂല. പഴയ കാലമൊന്നുമല്ല, കുട്ടികളൊക്കെ പുതിയ ലോകത്തെ ഇങ്ങനെയെങ്കിലും ഉണ്ടല്ലോ. ഇതൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ ന്യായം. ഞങ്ങൾ നാട്ടുകാരുടെ കൂടെ ആ ഒഴുക്കിൽ പെട്ടുപോയി.
ഹത്താ അതാനൽ യഖീൻ, പെട്ടെന്നായിരുന്നു മരണം വന്നത്. അപ്പോഴും അത് തന്നെയായിരുന്നു. സിനിമക്ക് പോകുമ്പോൾ മരണപ്പെട്ടവർ നമ്മൾ വായിച്ചതാണ്. സ്കൂള് വിട്ടു വരുന്ന വഴിയിൽ യാതൊരു വിധത്തിലും നനച്ചിരിക്കാതെ മരണം വന്നവർ, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷേ നമുക്കിങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും എന്ന് നമുക്ക് തോന്നിത്തുടങ്ങിയാൽ ഈ ഹൗലിൽ നിന്ന്, അനാവശ്യങ്ങളിൽ നിന്ന് നമുക്ക് വിട്ടു നിൽക്കാൻ കഴിയും. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, ഒരു മനുഷ്യന്റെ ഇസ്ലാം നന്നാവുന്നതിൻ്റെ ലക്ഷണം, തുടക്കം എങ്ങനെയായിരിക്കും? തർക്കുഹു മാ ലാ യഅ്നിഹി, ആവശ്യമില്ലാന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഞാൻ അവിടെ പോയിട്ടൊരു കാര്യമില്ല, പോകാതിരിക്കുക. ഞാൻ ഇപ്പോൾ അത് കേൾക്കേണ്ട കാര്യമില്ല, കേൾക്കാതിരിക്കുക. ഞാനത് പറയേണ്ട കാര്യമില്ല, പറയാതിരിക്കുക. ഞാൻ ഇപ്പം അത് ചിന്തിക്കേണ്ട കാര്യമില്ല, കാണേണ്ട കാര്യമില്ല, ചിന്തിക്കേണ്ട, കാണണ്ട എന്ന് തീരുമാനിക്കാൻ തുടങ്ങുന്നതാണ് ഇസ്ലാം നന്നായി തുടങ്ങുന്നതിൻ്റെ ലക്ഷണം എന്നാണ്. നമ്മൾ കൃത്യമായി നമസ്കരിക്കും, കൃത്യമായി ഖുർആൻ പാരായണം ചെയ്യും, കൃത്യമായി ബാക്കിയുള്ളതും ചെയ്യും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോ യൗമ യുദഊന, അത്തരക്കാരായ ആളുകളെ വൃത്തികേടുകളിൽ മുഴുകി, വൃത്തികേടിനെ ന്യായീകരിച്ച്, അതിനെ നിസ്സാരവൽക്കരിച്ച്, അതിന് പിന്തുണ നൽകുന്ന, നോക്കൂ നിങ്ങൾ, സൂക്ഷ്മമായ ഒരു സഹോദരൻ, ഡിസംബർ 18 ലോക അറബി ദിനമാണ്. അന്ന് തന്നെയാണ് ഞാൻ പണ്ട് പഠിപ്പിച്ച സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷമുള്ളതും. ഇത് രണ്ടും കൂടി ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ പോയാൽ എങ്ങനെ പോകണോ, പോകണ്ടേ? നിങ്ങൾ ആ അറബി ദിനം ഉദ്ഘാടനം ചെയ്തിട്ട് പോന്നേക്ക്, അല്ല അത് രണ്ടും കൂടി ഒരുമിച്ചാണ്. എന്നാ പിന്നെ പോകണ്ട. ശരി, ഞാൻ അത് അവരോട് വിളിച്ചു പറയാം. ആ നിലപാടാണെന്ത്? ഹുസ്നു ഇസ്ലാമിൽ മർഅ. ഞാൻ പോയിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാത്ത സംഗതിയാണ്, ഞാൻ അവിടെ പോകേണ്ട കാര്യമില്ല, ഒഴിവാക്കിക്കളയും. കാരണം യൗമ യുദഊന, അങ്ങനെ പോകുന്നവർക്ക്, അങ്ങനെ ചെയ്യുന്നവർക്ക്, അങ്ങനെ ന്യായീകരിക്കുന്നവർക്ക് ഒരു ദിനം വരാനുണ്ട്. ആ ദിനത്തിൽ അവർ ഒരു തള്ളപ്പെടും. എവിടേക്ക്? ഇലാ നാരി ജഹന്നമ, നരകത്തിലേക്ക്. ഒരു അതിശക്തമായ തള്ളൽ. ഒരു സിനിമ റിലീസാകുന്നു, ആ റിലീസായ സിനിമ കാണുവാൻ അതിൽ അഭിനയിച്ച നായക നടൻ തിയേറ്ററിൽ പോകുന്നു. നായക നടനെ കാണാനുള്ള തിക്കിലും തിരക്കിലും പെട്ട് ഒരു സ്ത്രീ മരണപ്പെട്ടു പോകുന്നു. നായക നടനാണ് കാരണക്കാരൻ എന്ന് പറഞ്ഞ് കോടതി അയാളെ റിമാൻഡിൽ വെക്കുന്നു. പക്ഷെ മരിച്ച സ്ത്രീയുടെ ഭർത്താവ് പറയുന്നത്, നടൻ കുറ്റക്കാരനല്ല, മരിച്ച എൻ്റെ ഭാര്യയാണ് അതിന് കാരണക്കാരിയും. യൗമ യുദഊന, ആ തള്ളൽ ഒരു നാൾ നമ്മളെയും തള്ളും. നമ്മളെന്ന് പറഞ്ഞാൽ അല്ലദീനഹും ഫീ ഖൗലി യൽഅബൂൻ, വൃത്തികേടുകൾക്ക് വേണ്ടി ജീവിക്കുന്നവരെ. എവിടക്കതല്ല, ആൾക്കൂട്ടത്തിന് നടുവിലേക്ക് തള്ളി ജീവൻ പോകുന്ന തള്ളലല്ല. പിന്നെ എവിടേക്കാണ്?
ലാ യമൂതു ഫീഹാ വലാ യഹ്യ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നരകം അല്ലേ? വമൻ യഅ്തിഹി മുജ്രിമൻ ഫഇന്ന ലഹു നാറ ജഹന്നമ ലാ യമൂതു ഫീഹാ വലാ യഹ്യ. കുറ്റവാളിയായി പരലോകത്ത് വരേണ്ടി വരുന്ന മനുഷ്യൻ നരകത്തിലെറിയപ്പെടും. ലാ യമൂതു ഫീഹാ വലാ യഹ്യ യൗമ യുദഊന ഇലാ നാരി ജഹന്നമ ദഅ ഹാദിഹി നാറുല്ലതി. ഈ നരകത്തെയായിരുന്നു കുന്തും ബിഹാ നിങ്ങൾ തുകദ്ദിബൂൻ നിസ്സാരമാക്കിയിരുന്നത്, കളവാക്കിയിരുന്നത്, അവഗണിച്ചിരുന്നത്, കണ്ടില്ല കേട്ടില്ല എന്ന് ചെയ്തു. ഈ നരകത്തെയായിരുന്നു എന്ന് അന്ന് അവരോട് വിളിച്ചു പറയുകയും ചെയ്യും. ഒന്നുകൂടെ വായിച്ചോ കാണി. ഫവൈലു യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ അല്ലദീന ഹും ഫീ ഖൗദി യൽഅബൂൻ യൗമ യുദഊന ഇലാ നാരി ജഹന്നമ ദഅ ഹാദിഹി നാറുല്ലതി കുന്തും ബിഹാ തുകദ്ദിബൂൻ. കളവാക്കി ജീവിക്കുന്നവർക്കെല്ലാം നാശം, അതായത് വൃത്തികേടുകളിൽ മുഴുകി ജീവിക്കുന്നവർക്ക് ഒരു നാൾ അവർ നരകാഗ്നിയിലേക്ക് തള്ളപ്പെടും. ഈ നരകാഗ്നിയായിരുന്നു നിങ്ങൾ നിഷേധിച്ചിരുന്നത്, കളവാക്കിയിരുന്നത് എന്ന് അവരോട് അവിടെ വിളിച്ചു പറയുകയും ചെയ്യും. നമ്മളല്ലാതിരിക്കട്ടെ, നമ്മുടെ മക്കളല്ലാതിരിക്കട്ടെ. അഫസിഹറുൻ ഹാദാ. പൊള്ളിപ്പിടയുന്ന ആ മനുഷ്യനോട് അല്ലാഹുവിന്റെ മലക്കുകൾ ചോദിക്കും, അല്ലാഹു ചോദിക്കും, അഫസിഹറുൻ ഹാദാ, ഇത് വല്ല മായിക ലോകവുമാണോ ഇപ്പോൾ നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഇപ്പൊ എവിടെയാള്? നരകത്തിലാണ്. ഇതിനെയല്ലേ കളവാക്കിയിരുന്നത്? ഇത് വല്ല മായിക ലോകവുമാണോ? ഇത് വല്ല ഇല്ലാത്തതുമാണോ എന്ന് ചോദിക്കും. അം അൻതും ലാ തുബ്സിറൂൻ. അതോ ഈ ഒരു നരകശിക്ഷ വരും എന്നതിനെ കുറിച്ച് നിങ്ങൾ സൂക്ഷ്മമായ കാഴ്ചയില്ലാതെ പോയവനാണോ? എന്താണ് സംഭവം? നമ്മൾ ആലോചിച്ചോ കാണി. ഒരാൾ എന്നോട് പറഞ്ഞ ഒരു കംപ്ലൈന്റ്, എപ്പോ ചെന്നാലും പള്ളിക്ക് നരകം 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 തന്നെ പറയാറുള്ളൂ. സ്വർഗമൊന്നുമില്ലപ്പാന്ന് ആവശ്യമോ? ആര്? എൻ്റെ മോനെ. അപ്പൊ എന്താണപ്പോ ഈ നരകത്തിന് കുഴപ്പം? അല്ല, അത് ഞങ്ങൾക്ക് കുറേയൊക്കെ മനസ്സിലായിക്കോളും. ഇനി ഒന്ന് സ്വർഗവും പറയാൻ പറയും. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഇതിപ്പോ എൻ്റെ അഭിപ്രായമാണോ? അല്ല, ഒരുപാട് ചെറുപ്പക്കാരുടെ അഭിപ്രായമാണ്. അഫസിഹറുൻ ഹാദാ അം അൻതും ലാ തുബ്സിറൂൻ. നിങ്ങൾ ഇതിനെക്കുറിച്ച് ബസീറത്തില്ലാത്തവരാണോ? ഉൾക്കാഴ്ച, ബോധ്യം, അനുഭവജ്ഞാനമില്ലാത്തവരായതുകൊണ്ടാണോ നിങ്ങൾ ഇതിനെ നിഷേധിച്ച് തള്ളി ജീവിച്ചത്? അതോ ഇപ്പോഴും ഇത് ഒരു മിഥ്യയാണ്, അയഥാർത്ഥമാണ്, മായാജാലമാണ് എന്നെങ്ങാനും തോന്നുന്നുവോ? ഇസ്ലൗഹ. ഇനി കത്തിയാളിക്കൊള്ളുക, കത്തി എരിഞ്ഞുകൊള്ളുക. ഫസ്ബിറു. നിങ്ങൾ ഈ കത്തിയാളൽ ക്ഷമിച്ചാലും വേണ്ടില്ല. ഔലാ തസ്ബിറു. ഇനി ക്ഷമിക്കാതെ നിലവിളിച്ചിട്ടും കാര്യമില്ല. സവാഉൻ അലൈക്കും. രണ്ടും ഒരുപോലെയാണ്. ഫലാ സ്വരീഖ ലഹും വലാഹും യുൻഖദൂൻ. നിങ്ങളുടെ നിലവിളി വീട്ട് വരാൻ അവിടെ ഒരാളും ഉണ്ടാവില്ല, നിങ്ങളെ രക്ഷപ്പെടുത്താനും ആരും ഉണ്ടാവില്ല. മരിച്ചേടത്ത് ഓതുന്നതാണ് ആയത്ത്. ജീവിച്ചിരിക്കണോന്ന് ഓതി കൊടുക്കേണ്ടതാണ്.
അല്ലേ? അഫ ഇസ്ലൗഹാ ഫസ്ബിറൂ ഔ ലാ തസ്ബിറൂ. നിങ്ങൾ ക്ഷമിച്ചാലും വേണ്ടില്ല, ക്ഷമിച്ചിട്ടില്ലേലും വേണ്ടില്ല, സവാഉൻ അലൈക്കും. ഇനി മുതൽ നിങ്ങൾക്ക് ക്ഷമിച്ചാലും ക്ഷമിച്ചിട്ടില്ലെങ്കിലും അനുഭവിക്കാനുള്ള അനുഭവം തുല്യമാകുന്നു. കാരണം ഇന്നമാ തുജ്സൗന, തീർച്ചയായും നിങ്ങൾക്കിപ്പോൾ നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ജസായി പ്രതിഫലമായി കൂലിയായി നൽകപ്പെട്ടിരിക്കുന്നത് എന്താണ്? മാ കുന്തും തഅമലൂൻ, നിങ്ങൾ ചെയ്തതിന് തുല്യമായിട്ടുള്ള കൂലിയാണ്. സുബ്ഹാനല്ലാഹ്. തെങ്ങുമ്മ കയറിയിട്ട് താഴത്തേക്ക് ചാടിയാൽ കൂലി കയ്യും കാലും ഓടിയാന്നുള്ളതെങ്കിലും അല്ലേ ഏറ്റവും ചുരുങ്ങിയത്? അല്ലേ? തീയിലേക്ക് ചാടിയാൽ ഏറ്റവും ചുരുങ്ങിയത് പൊള്ളുക എന്ന കൂലിയെങ്കിലും പരിണിത ഫലം അതിനുണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? ഇന്നമാ തുജ്സൗന, നിങ്ങൾ ചെയ്തതും, അല്ലാഹു നമ്മളോട് മനുഷ്യരോട് പറയാം, പറഞ്ഞതും കണ്ടതും കേട്ടതും ചിന്തിച്ചതും കൊടുത്തതും വാങ്ങിയതും ഉണ്ടതും ഉറങ്ങിയതും കുടിച്ചതും എല്ലാം ഇതിനു വേണ്ടിയുള്ളതാണ്. അപ്പൊ പിന്നെ ഇതല്ലാതെ വേറെ എന്താണ് നിങ്ങൾക്ക് തരിക? റുബ്ബ അസ്അസു അഗ്ബർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, യമുദ്ദു യദൈഹി ഇല സമാഇ യഖൂലു യാ റബ്ബി യാ റബ്ബി യാ റബ്ബി വ മത്അമുഹു ഹറാം വ മശ്റബുഹു ഹറാം വ മൽബസുഹു ഹറാം വമസ്കനുഹു ഹറാം വഗുദിയ ബിൽ ഹറാം ഫഅന്നാ യുസ്തജാബു ലഹു. പാറിപ്പറന്ന മുടിയുമായി ദുനിയാവിലൊരു താല്പര്യവുമില്ല എന്ന് തോന്നിക്കുന്ന രൂപത്തിൽ മുഷിഞ്ഞ വസ്ത്രങ്ങളുമായി വരുന്ന ഒരു ഫക്കീർ എന്നല്ല നമ്മൾ പണ്ട് പറഞ്ഞത്. തടിണ്ടെങ്കിൽ ഫക്കീറായിട്ടേലും പോകാൻ അല്ലേ? ഒരു ഫക്കീർ ആകാശത്തേക്ക് കൈ ഉയർത്തി യാ റബ്ബി യാ റബ്ബി എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു. മുഅ്മിനീങ്ങളെ, അയാൾ കഴിക്കുന്ന ഭക്ഷണം ഹറാമാണ്, അയാൾ കുടിക്കുന്ന വെള്ളം ഹറാമാണ്. ആ ഹറാമായ വഴിയിലൂടെ സമ്പാദിച്ചത് കൊണ്ടാണ് അർത്ഥം. അയാൾ ധരിച്ച വസ്ത്രവും ഹറാമിൻ്റെതാണ്, അയാൾ താമസിക്കുന്ന വീടും ഹറാമിൻ്റെതാണ്. വഗുദിയ ബിൽ ഹറാം, അയാൾ ഹറാമിൽ ഉണ്ണുകയും ഉറങ്ങുകയും എഴുന്നേൽക്കുകയും ചെയ്ത് വളർന്നുകൊണ്ടിരിക്കുന്നവരാണ്. അങ്ങനെ ഇരിക്കെ ഫഅന്നാ യുസ്തജാബു ലഹു, എങ്ങനെയാണ് അയാൾക്ക് ഉത്തരം കിട്ടുക? ഇന്നമാ തുജ്സൗന മാ കുന്തും തഅമലൂൻ. നമ്മൾ നന്നാവുകയല്ലാതെ, നിർത്തേണ്ടതെല്ലാം അടിയന്തര പ്രാധാന്യത്തോടുകൂടി നമ്മൾ നിർത്തുകയല്ലാതെ, നമ്മൾ മറ്റെന്തെങ്കിലും വ്യാമോഹിച്ചിട്ട് കാര്യമില്ല എന്നർത്ഥം. അൽ കയ്യിസു മൻ ദാന നഫ്സ, മനസ്സിനെ കീഴ്പ്പെടുത്തുകയും വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി അവിടുത്തെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ആരാണോ അവനാണ് ബുദ്ധിമാൻ. അതിനുവേണ്ടി ഒന്നും പ്രവർത്തിക്കാതെ എല്ലാം അല്ലാഹു ശരിയാക്കി തരും എന്ന് വിശ്വസിക്കുന്ന വ്യാമോഹികൾ വിവരം കെട്ടവരാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സ
അനിൽ ഹവ. റബ്ബിനു മുമ്പിൽ കൈകെട്ടി നിൽക്കേണ്ടി വരുമെന്ന് പേടിക്കുക. എന്നിട്ട് സ്വന്തം മനസ്സിനെ വ്യാമോഹങ്ങളിൽ നിന്ന് തടുത്തു നിർത്തുക. ആർക്ക് സാധിക്കുമോ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ, സ്വർഗമാണ് കൂലി. എന്നാൽ അമ്മാമൻ തഗ, പരിധി വിട്ടു, അതിക്രമിയായി, വആസറൽ ഹയാത്ത ദുനിയ, ദുനിയാവിനോട് കൂടുതൽ ചായ്വ് തോന്നി. അപ്പോഴാണല്ലോ പരിധിവിടൽ അല്ലേ? ദുനിയാവിനോട് കൂടുതൽ ആർത്തി വരുന്നിടത്താണ് നിയമങ്ങളുടെ പരിധി വിട്ടുമാറാൻ തോന്നാറുള്ളത്. അങ്ങനെയാണെങ്കിൽ ഫൈനൽ ജഹീമ ഹിയൽ മഅവ, നരകമാണുള്ളത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപ്പോ അഫസിഹ്റുൻ ഹാദാ അംതും ലാ തുബ്സിറൂൻ സവാഉൻ അലൈക്കും ഇന്നമാ തുജ്സൗന ഇസ്റൗഹാ ഫസ്ബിറൂ ലാ തസ്ബിറൂ സവാഉൻ അലൈക്കും ഇന്നമാ തുജ്സൗന മാ കുൻതും തഅമലൂൻ. അത് 3 വാചകമാണ്. ഇസ്ലൗഹാ ഫസ്ബിറൂ അലാ ലാ തസ്ബിറൂ, ക്ഷമിച്ചാലും വേണ്ടില്ല ഇല്ലെങ്കിലും വേണ്ടില്ല കത്തിയാളിക്കോളൂ. സവാഉൻ അലൈക്കും, അത് നിങ്ങളെ സംബന്ധിച്ച് ഇനി രണ്ടാലെങ്കിലും. മറ്റൊരാഴ്ച സവാഉൻ അലൈന നമ്മളിനി ബേജാറ് കൂട്ടിയിട്ടും കാര്യമില്ല, ക്ഷമിച്ചിട്ടും കാര്യമില്ല. അടപ്പെട്ടവര് പറഞ്ഞത് മാലനാമി മഹീസ്, ഇവിടെ നിന്ന് ഇനിയൊരു രക്ഷയില്ല. ഇന്നമാറ്റുസൗൻ, അതാണ് 3-മത്തത്, എടുത്ത പണിക്കാണ് കൂലി. എന്നാൽ അടുത്ത ആയത്ത് നോക്കിക്കോളൂ. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വനഈം. ഇവിടെ തഖ്വന്താണ് അല്ലേ? ഇത്രയും പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയാണ് തഖ്വയുള്ളവരെല്ലാം സ്വർഗത്തിലും അതിലെ അനുഗ്രഹങ്ങളിലുമായിരിക്കും എന്ന്. അപ്പൊ തഖ്വ എന്താ? നേരത്തെ പറഞ്ഞതിൻ്റെ എല്ലാം വിപരീതാവസ്ഥ എന്താണോ അതാണ് തഖ്വ അല്ലേ? നേരത്തെ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ നേർ വിപരീതാവസ്ഥ, അതാണ് തഖ്വ. വരാനുള്ള ഇടയുള്ള ഒരു ദോഷബാധയെ, ഒരു അപകടത്തെ, ഒരു പ്രതിസന്ധിയെ മുൻകൂട്ടി കണ്ട് അതിനുള്ള രക്ഷാമാർഗങ്ങൾക്ക് വേണ്ടി അന്വേഷിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനാണ് തഖ്വ എന്ന് പറയാം. വളരെ ലളിതമായി പറഞ്ഞാൽ, അടുത്ത 2-3 ദിവസത്തിനപ്പുറം വീട്ടിലെ അരി കഴിയാനുള്ള സാധ്യതയുണ്ട് എന്ന് ചെറിയൊരു തോന്നലുണ്ടായി നമ്മൾ എന്ത് ചെയ്യും? നാളെ മറ്റന്നാൾ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട് അരി ഇന്ന് തന്നെ കൊണ്ടിട്ട് കൊടുക്കലുണ്ടോ? ഉണ്ട്. മരുവന് മകളും പുതിയാപ്പിളയും വരാൻ സാധ്യതയുണ്ട് നാളെ മറ്റന്നാളോ എന്ന് കണ്ടാൽ നമ്മളെ മോർച്ചറിയിൽ, നമ്മളെ ശവപ്പെട്ടിയിൽ, ഫ്രിഡ്ജിൽ ചിക്കനും മട്ടനും ആയിട്ട് ഇന്ന് തന്നെ കൊണ്ടുപോയി നടക്കുമോ? നടക്കൂലേ? നാളെയോ മറ്റന്നാളോ വരാനുണ്ട്. അപ്പോൾ അവർ വരുമ്പോൾ ഒരു ഹറിബറി വേണ്ട, ഒന്നും ഇല്ലാതെ ആവുകയും ചെയ്യരുത്, സന്തോഷാവണം. മുന്നൊരുക്കം നടത്താറുണ്ടോ? ജീവിതത്തിന്റെ ഏത് കാര്യത്തിലാണ് മുന്നൊരുക്കം നടത്താത്തത്? ഒറ്റ കാര്യത്തിലുള്ളൂ, മരിക്കണ കാര്യത്തിൽ മാത്രം അല്ലേ? അതിന് മുന്നൊരുക്കമില്ല. അതിപ്പോ എപ്പോഴാണേലും മരിക്കണ്ടേ, ആരാണേലും മരിക്കണ്ടേ, അതിനിപ്പോ എന്താ പത്ര നോക്കാണ്ട. സത്യത്തിൽ അരി നമ്മൾ കൊണ്ടുപോയി കൊടുത്തില്ലെങ്കിലും അതിന് വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടാവും. പുതിയാപ്പിള വന്നിട്ട് ചിക്കനും ബീഫും ഒക്കെ വേറെ കിട്ടാനുള്ള വഴി ഉണ്ടാവും. ഈ പണിക്ക് വേറെ ആരും ഉണ്ടാവില്ല. ഏതൊരു നമ്മളുടെ മരണത്തിന് വേണ്ടി സന്നദ്ധരാവാൻ
സജ്ജരാവാൻ, സജ്ജീകരണങ്ങൾ ഒരുക്കാൻ നമ്മളല്ലാതെ വേറെ ആരുമില്ല. അപ്പൊ അതിനാണെന്ത് പറയാ? തഖ്വ എന്ന് പറയാം. ഇപ്പൊ ജീവിതത്തിന്റെ നിസ്സാരമായ കാര്യങ്ങളിൽ പോലും ഈ തഖ്വ നമുക്കുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കഴുകിയിട്ടും കയ്യാണ്ട് വൃത്തിയായും തോന്നാത്തത് എന്തുകൊണ്ടാ? ഭക്ഷണത്തിന്റെ മണം ആരെങ്കിലും കയ്യും മൂക്കിലടിച്ചാല് ചെങ്ങായി ഭക്ഷണം കഴിച്ച് കയ്യില്ലല്ലോ, അതൊരു മാനക്കേടാവൂലേ തോന്നിയിട്ടല്ലേ? അത് ഷർട്ടിലോ കുപ്പായത്തിലോ തുണിയിലോ ഒക്കെ ആയാല് അതൊരു വൃത്തികേടാണ്. വേണ്ട, അതൊന്നും പറ്റൂല എന്നുള്ളതുകൊണ്ടല്ലേ സൂക്ഷ്മതയല്ലേ? ആണോ അല്ലേ? എന്നാ കൊറോണ കാലത്ത് ഹാൻഡ് വാഷ് ഇട്ടെന്തിനാ? കൊറോണക്കാലത്ത് ഹാൻഡ് വാഷ് വെച്ചത് എന്തിനാ? അല്ലല്ലോ, നടന്ന് കഴുകല്ലായിരുന്നു കയ്യിൽ. എന്തിനായിരുന്നു? ആ വൈറസ് ആ വഴിക്ക് പോണ വഴിക്ക് എങ്ങാനും ഉണ്ട് വിരുന്നെന്നാലോ അല്ലേ? ആരെങ്കിലും തൊട്ടിണയിലോ, തൊട്ടവന്റെ അടുത്ത് കൂടെ എങ്ങാനും പോയിണയിലോ എന്ന വേജാറിലാണ് നമ്മളെല്ലാരും റൂട്ട് മാപ്പും പഠിച്ചു വെച്ചത്. അവനോന്റെ റൂട്ട് മാപ്പ് എന്താന്ന് ശരിയാക്കിയാൽ അത് മാത്രം ശരിയാക്കണില്ല. അപ്പൊ പ്രിയപ്പെട്ടവരെ, തഖ്വ എന്നത് വളരെ വലുതാക്കി പറയേണ്ട സംഗതിയല്ല. അതെന്താണെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മുടെ തഖ്വയൊക്കെയും ദുനിയാവിന് വേണ്ടിയാണ്, അല്ലേ? ദുനിയാവിന് വേണ്ടിയാണ്. അതാണ് അമ്മാമൻ തഗാവ ആസറൽ ഹയാത്ത ദുനിയ എന്ന് പറഞ്ഞത്. അതാണ് ബൽ തുഗ്സിറൂനൽ ഹയാത്ത ദുനിയ വൽ ആഖിറത്തു ഖൈറും വഅബ്ഖ എന്ന ആയത്തിലുള്ള. അപ്പൊ ഈ തഖ്വ ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ, അവിടെ എത്തിപ്പെട്ടാൽ ഫാക്കിഹീന, സന്തോഷിച്ചുകൊണ്ടേയിരിക്കാം. ബിമാ അതാഹും റബ്ബുഹും, റബ്ബ് അവർക്ക് നൽകിയ നിഅമത്തുകൾ കണ്ടും കേട്ടും ഓർത്തും അനുഭവിച്ചും അവർക്ക് സന്തോഷിച്ചുകൊണ്ടേയിരിക്കാം. ഇവിടെ സന്തോഷങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ വരുത്തണം എന്ന് മാത്രം, അല്ലേ? നിലവിൽ സന്തോഷം എന്ന് നമ്മൾ കാണുന്ന പലതും ചിലതെങ്കിലും ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഹറാമായതോ ചുരുങ്ങിയ പക്ഷം വെറുക്കപ്പെട്ടതോ ശരിയല്ലാത്തതോ ഉപേക്ഷിക്കേണ്ടതോ ആണ് പലതും. ഇന്നലെയോ മിനിഞ്ഞാന്നോ കിട്ടിയ 5-10 മിനിറ്റ് ഞാൻ എൻ്റെ സിറ്റ് ഔട്ടിലിരുന്നൊരു കിതാബ് ഇങ്ങനെ വായിക്കാം. അപ്പൊ മോനെങ്ങനെ അടുത്ത് വന്നിട്ട് പരിശുപ്പ, ലഹരി ഇല്ലാത്ത മദ്യം കുടിക്കാൻ പറ്റുമോ? 26 വയസ്സാണ് എൻ്റെ മോൻ. ഇപ്പൊ ലഹരി ഇല്ലാത്ത മദ്യം കുടിക്കാൻ പറ്റും? അതാണ് അങ്ങനെ ഒരു മദ്യം വിഷയം. അതില് മദ്യത്തിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ അതിൽ ലഹരി ഉണ്ടാക്കുകയില്ല എന്ന് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് കുടിക്കാൻ പറ്റുമോ? പറ്റൂല അറിഞ്ഞു. ഞാനത് ഹറാമാന്ന് അറിഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാർ കേട്ടിട്ടില്ല അവൻ. അപ്പൊ ഞാൻ ചോദിച്ചത് ഉള്ളതാണോ? അവൻ പറഞ്ഞെന്തറിയോ? മുണ്ടറമ്പിൽ ഏതോ ഒരു കടയിലുണ്ട്, മലപ്പുറം മുണ്ടറമ്പില്. നിങ്ങളെ നാട്ടിൽ, എൻ്റെ നാട്ടിലല്ല. മുണ്ടറമ്പിൽ ഏത് കടയാണെന്ന് ചോദിച്ചു. കടയുടെ പേര് പാക്കറിയണമെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാൻ നിങ്ങളോട്, ശ്രദ്ധിച്ചോളി. മലപ്പുറക്കാർ ശ്രദ്ധിച്ചോളി. മദ്യമല്ല എന്ന് പറഞ്ഞ് മദ്യത്തിന്റെ അതേ രുചിയും മണവുമുള്ള, എന്നാൽ ലഹരിയില്ല എന്ന് പഠിപ്പിച്ച് നമ്മളുടെ മക്കളെ കുടിപ്പിക്കാൻ ഇവിടെ എവിടെയോ ഒരു കടയുണ്ട്. ഇതൊന്നുകൂടി വായിച്ചാണ്.
ഫാക്കിഹീന ബിമാ ആതാഹും റബ്ബുഹും, റബ്ബ് നൽകുന്നത് കൊണ്ട് സന്തോഷിക്കാൻ അവസരമുണ്ടാവണം. അതിന് ഇവിടെ റബ്ബ് നൽകിയത് കൊണ്ട് തൃപ്തിപ്പെടാൻ സാധിക്കണം. വേണ്ടേ? ഇവിടെ റബ്ബ് അനുവദിച്ച് തന്നത് കൊണ്ട് തൃപ്തിപ്പെടാൻ സാധിക്കണം, സന്തോഷപ്പെടാൻ സാധിക്കണം, അതുകൊണ്ട് മതിയാക്കാൻ സാധിക്കണം. എങ്കിൽ വവഖാഹും റബ്ബുഹും, അത്തരക്കാര് റബ്ബ് രക്ഷിക്കും. എവിടുന്ന്? അദാബൽ ജഹീം. നേരത്തെ പറഞ്ഞ യൗമയുദഊന ഇലാ നാരി ജഹന്നമ ദഅ എന്ന ആ തള്ളലിൽ നിന്ന് അവർക്ക് രക്ഷയുണ്ട്. നിങ്ങളോടും മലപ്പുറംകാരോട് മലപ്പുറത്തുള്ള ഒരു സംഗതി പറഞ്ഞിട്ട് ഇനി മലപ്പുറത്തെ ചെറുപ്പക്കാരെ അതെങ്ങാനും പോയി ടേസ്റ്റ് ചെയ്ത് കേട്ടോ. അല്ലേ? ഇദാ കാന ഖലീലുഹു ഹറാം കസീറുഹു ഹറാം ഫഖലീലുഹു ഹറാം എന്ന ഒരു വസ്തു അധികമായാൽ ഹറാമാകുമെങ്കിൽ അതിൻ്റെ ഒരു തുള്ളി പോലും ഹറാമാകുന്നു. മാത്രമല്ല ഹറാമുകളോട് വലാ തഖ്റബുൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബതൻ എന്നാണ്. മ്ലേച്ഛതകളോട് വൃത്തികേടോടുകൂടി രഹസ്യമായോ പരസ്യമായോ അടുക്കരുത് എന്ന. നോക്കൂ, ഈത്തപ്പനയുടെ തടി പണ്ട് നമ്മളെ വീട്ടിൽ കുന്താണിൻ്റെ ഇതില്ല, കുന്താണി നിലങ്ങൾ പറയാ, നെല്ലുത്തിയ സാധനം അല്ലേ, മരം തുറന്നുണ്ടാക്കിയത്. ഈത്തപ്പനത്തിന്റെ ഏറ്റവും അടിയിലെ തടി മുറിച്ചെടുത്തത് തുരന്ന് അതിൽ മുന്തിരിച്ചാറ് നിറച്ചു വച്ചിരുന്നു ജാഹിലിയക്കാർ. മുന്തിരി അതിൽ ചാറാക്കി നിറച്ചു വച്ചിരുന്നു. കുടിക്കരുത് എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുടിക്കരുത്, ഇത് ഈത്തപ്പനത്തടിയാണ്, അത് മുന്തിരിച്ചാറാണ്. പക്ഷെ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ അതിൽ നടക്കുന്ന പ്രതിപ്രവർത്തനങ്ങളിലൂടെ അപകട സാധ്യതയുണ്ട്. കുടിക്കരുത്. വയസ്സന്മാർക്ക് അറിയുന്ന ഉദാഹരണം ഞാൻ നീ പറഞ്ഞുതരാം. മൂത്ത ചിരങ്ങയുടെ തോട് നമ്മൾ പണ്ടെന്തിനു ഉപയോഗിച്ചിരുന്നു? ഉമ്മിക്കരിറ്റക്കാൻ ഓർക്കുണ്ടോ? കാരണന്മാര് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ഉമ്മിക്കരി ഇട്ട് വെക്കാൻ നല്ല മൂത്ത് പഴുത്ത ചിരങ്ങയുടെ തോട് അതിന്റെ കാമ്പ് കളഞ്ഞിട്ട് ഇറയത്ത് തൂക്കി വെച്ചിരുന്നു. അതിൽ വെള്ളം കുടിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു മക്കത്ത് ജാഹിലിയത്തിൽ. പാടില്ല, അത് തോൽപാത്രമാക്കരുത് എന്ന് പറഞ്ഞു. എന്തായിരിക്കും ഞാൻ പറഞ്ഞുതരാം. നല്ല പിച്ചളക്കിണ്ടി പണ്ടുണ്ടായിരുന്നല്ലോ, ഓടുകിണ്ടി. അതിൽ രാത്രി വൈകുന്നേരം കിടക്കുമ്പോൾ വെള്ളം എടുത്ത് വെച്ചിട്ട് രാത്രി 12 മണി 1 മണിയാകുമ്പോൾ കുടിച്ചങ്ങനെ ഉണ്ടാവും. അതിന് ക്ലാപ്പിക്കാന്നിട്ട് പറഞ്ഞിരുന്നു തോന്നുന്നുണ്ട്. ഉണ്ടായിരുന്നോ? നിങ്ങൾക്ക് അറിയാത്ത സംഗതി അത്. വെള്ളവും ഓടും തമ്മിൽ നടക്കുന്ന പ്രതിപ്രവർത്തനങ്ങളിലൂടെ ആ വെള്ളത്തിന്റെ ടേസ്റ്റിൽ മാറ്റമുണ്ടാകുന്നു. പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഇത് പറ്റുമോ? ഇത്തപ്പനത്തടിയിൽ മുന്തിരിച്ചാറ് നിറച്ചാൽ കുടിക്കാൻ പാടില്ല, ചെരങ്ങാത്തോടിൽ വെള്ളം നിറച്ചാൽ കുടിക്കാൻ പാടില്ല, പിന്നെ ഇത് കുടിക്കാൻ പാടില്ല. അപ്പൊ മുഅ്മിനീങ്ങളെ, ഹറാമുകളുടെ പരിധി നമ്മുടെ കാലത്ത് വ്യാപിച്ചു വരികയാണ്. ഹറാമുകളായ പലതും പണ്ട് മലയാള സാഹിത്യത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, പഴയ കുപ്പി വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി വരുന്നു അല്ലേ? എനിക്ക് തോന്നുന്നത് എൻ്റെ മോൻ ഇന്റർനെറ്റിൽ നിന്നോ എവിടെന്നോ അതിന്റെ കുപ്പിയുടെ ബോട്ടിലൊക്കെ എനിക്ക് കാണിച്ചു തന്നു എനിക്ക് ഓർമ്മയുള്ളത്. ഞാൻ വായനയിലായതുകൊണ്ട് എനിക്കത് വലിയ ഉൾപ്പെടുത്തിയില്ല. ഏതായാലും ഞാനിതിന്റെ ഹുക്കം പറഞ്ഞ് ആ പണി വേണ്ടാന്ന് പറഞ്ഞു. അപ്പോ പ്രിയപ്പെട്ടവരോട് പറയാനുള്ള സംഗതി അതാണ്. ഏത്? ഫാക്കിഹീന ബിമാ ആതാഹും റബ്ബുഹും,
റബ്ബ് നൽകുന്ന സന്തോഷം അനുഭവിക്കണമെങ്കിൽ എന്ത് വേണ്ടിയിരുന്നു? റബ്ബ് നൽകുന്നത് കൊണ്ട് തൃപ്തിപ്പെടാൻ, സന്തോഷിക്കാൻ, അവസാനിപ്പിക്കാൻ, മതിയാക്കാൻ നമ്മൾക്ക് തയ്യാറാകണം. എങ്കിൽ വഖാഹും റബ്ബുഹും അദാബൽ ജഹീം. അത് പറയണതറിയോ? അവിടെ ചെല്ലുന്ന ആളുകളോട് പറയും, നിയമങ്ങളുടെ ലോകം കഴിഞ്ഞു പോയിരിക്കുന്നു. എവിടെ? സ്വർഗത്തിൽ. നിയമങ്ങളുടെ വിധിവിലക്കുകളുടെ ലോകം അവസാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് കുലൂ വശ്റബൂ ഹനീഅൻ, നിങ്ങൾക്കിഷ്ടം പോലെ തിന്നാം, കുടിക്കാം, എവിടെയും ഒരു നിയന്ത്രണവുമില്ല. കാരണം മദ്യത്തിന്റെ നദികൾ ഇവിടെയുണ്ട്. ഞാനാ പറയാൻ വേണ്ടിയിട്ടേ പറഞ്ഞത്. എന്താ? എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട്. പക്ഷെ ആ മദ്യത്തിന്റെ പ്രത്യേകത എന്താ? അത് എത്ര കുടിച്ചാലും തലവേദനയോ ലഹരിയോ മണമോ ഉണ്ടാവുകയില്ല. ലാ യുൻസഫൂന. അതാ പങ്ങളുടെ നാട്ടിൽ കിട്ടാണ്ടെന്ന് പറഞ്ഞത്. അതാണിപ്പോ നമ്മളെ നാട്ടിൽ കിട്ടാണ്ടെന്ന് പറഞ്ഞത്. ശദ്ദാദ് ബിൻ ഔസ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്രൂരനായ ചക്രവർത്തി ഉണ്ടായിരുന്നു അത്രേ ഹൂദ് നബി അലൈഹി ഇസ്ലാമിയുടെ കാലത്ത്. ഹൂദ് നബിയുടെ പ്രബോധന പ്രവർത്തനങ്ങളിൽ മയങ്ങി നിൽക്കുന്ന ആളുകളെ തിരിച്ചു വിളിക്കാൻ ശദ്ദാദ് ചെയ്തത് ഹൂദ് നബിയെ വിളിച്ചു വരുത്തി അദ്ദേഹം പഠിപ്പിക്കുന്ന സ്വർഗത്തിന്റെ ഒരു വർണ്ണന നടത്താൻ ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് അതുപോലുള്ള ഒരു സ്വർഗം ഇവിടെയാണ് ഉണ്ടാക്കി വെച്ചത്. ആ പണിക്ക് പോകരുത്. ശദ്ദാദ് ബിൻ ഔസിന്റെ അനുയായികൾ ഇപ്പോഴുണ്ടോന്ന് സംശയിക്കേണ്ടി വരും. അവിടെ കിട്ടുന്ന സാധനം ഇവിടെ ഉണ്ട് എന്നപ്പോ പറഞ്ഞു വരുന്നത്. അല്ലേ? കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ കുൻതും തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിനനുസരിച്ച് പലതും വിട്ടവരാണല്ലോ, വേണ്ടാന്ന് വെച്ചവരാണല്ലോ, സാഹചര്യം ഉണ്ടായിരുന്നുവല്ലോ, എന്നിട്ടും വേണ്ടാന്ന് വെച്ചത് എനിക്കു വേണ്ടിയല്ലേ. അതുകൊണ്ട് ഞാനിതാ നിങ്ങൾക്ക് സർവവും തുറന്നു തന്നിരിക്കുന്നു. ബിമാ കുൻതും തഅമലൂൻ, ഞാൻ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിച്ചതിനാൽ ഞാനിതാ സർവ കെട്ടുപാടുകളും നിങ്ങളിൽ നിന്ന് അടർത്തി മാറ്റിയിരിക്കുന്നു. എന്തും തിന്നാം, എന്തും കുടിക്കാം, എന്ത് സുഖവും ആസ്വദിക്കാം. അത്തരൊരു ലോകം വരുന്നു. അപ്പൊ എന്ത് സുഖവും ആസ്വദിക്കാന്ന് പറഞ്ഞാൽ വൃത്തികെട്ട സുഖമോ എന്ന് ചോദിച്ചാൽ ഇത് സ്വർഗമാണ് ലോകം. അത്തരൊരു ചിന്ത തന്നെ അവിടെ ഉണ്ടാവില്ല. ഓക്കെ. മുത്തഖീന അലാ സുറുറിൻ മസ്ഫൂഫ, ആ സ്വർഗാവകാശികൾ സൊഫു സൊഫായി മസ്ഫൂഫത്തായി നിരനിരായും നിരനിരനായി വെച്ച ശരീർ സോഫ എന്നാ പറയാം. സോഫകളിൽ അവർ ചാരിയിരുന്ന് പരസ്പരം സന്തോഷം പങ്കുവെച്ചുകൊണ്ടേയിരിക്കും. വസവ്വജ്നാഹും ബിഹൂരിൻ ഐൻ, കൺകുളിർമയുള്ള സ്വർഗസ്ത്രീകൾക്ക് ഖുർആൻ നൽകിയ പേരാണ് ഹൂറുൻ ഐൻ. നമ്മൾ ഹൂറുൽ ലീൻ ആക്കിയതാ. ഹൂറുൽ ലീൻ അല്ല, ഹൂറുൻ ഐൻ എന്ന രണ്ടു പദമാണ്. കണ്ണിന് കുളിർമയുള്ള സ്ത്രീകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ കുഞ്ഞുമോമീനെ കുഞ്ഞാമലാക്കിയ ആൾക്കാരാണ്. സെയ്ദ് അലിയെ സെയ്ദാലിയാക്കിയ ആൾക്കാരാണ് അല്ലേ? നമ്മളെ കണക്കൂട്ടല്ല. ഇപ്പൊ ഖുർആൻ പറയുന്ന ഒരു പേര് പഠിച്ചു വെച്ചാൽ പിന്നീട് അതാണ് പറയുന്നത്. അത് ഹൂറികളുടെ നാടാണ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹൂറുൻ ഐൻ എന്ന് പറയണം. അപ്പൊ അവരുണ്ടാകും. വല്ലദീന ആമനു, ഈ ഒരു ആയത്താണ് നമ്മൾ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. വല്ലദീന ആമനു, ഈമാനോടെ. നേരത്തെ പഠിച്ച സംഗതി ഉണ്ടല്ലോ, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തി വഉയൂൻ എന്നതിലെ മുത്തഖികൾ, അവരെയാണ് ഈ പരിചയപ്പെടുത്തുന്നത്. വല്ലദീന ആമനു, ഈമാനോടെ ജീവിച്ചു. മാത്രല്ല വത്തബഅതുഹും,
അവരെ പിന്തുടരുകയും ചെയ്തു. ദുർജിയത്തവും അവരുടെ മക്കളും കുട്ടികളും എങ്കിൽ എന്തിലും അവിടെ നിന്ന് നിർത്തി വായിച്ചളിട്ടോ, നല്ലോണം നിർത്തി വായിച്ചളി. മക്കളെ പരലോകത്ത് കൂടെ കിട്ടണമെങ്കിലുള്ള വഴിയാണ് ഈ പറഞ്ഞത്. ഇത്ര ലളിതമായി ഇത് എവിടെയും പറഞ്ഞില്ല. വല്ലദീന ആമനു, ഉമ്മാക്കും വാപ്പാക്കും ഈമാനുണ്ട്, പക്ഷേ മക്കളോ നമ്മുടെ പേരിൽ നോക്കാൻ. ഇന്നിപ്പോ എൻ്റെ കൂടെ പോരുന്ന ഒരാൾ പറഞ്ഞ കമന്റ് എന്താ അറിയോ? സീർ നമ്മുടെ മക്കളെയാണ് ഇപ്പൊ ആകെ പ്രശ്നം. മക്കള് ഷൂട്ട് ഇട്ടിട്ടുണ്ടാകും, സോക്സ് ഇട്ടിട്ടുണ്ടാകും, പാൻറ് ധരിച്ചിട്ടുണ്ടാവും, ടോപ്പ് ഇട്ടിട്ടുണ്ടാകും, പക്ഷെ ഔറത്തിന്നാലും പുറത്താണ്. ആണോ? ആ ടീം നമ്മളെ കുടുംബത്തിലുണ്ടോ? ആൺകുട്ടികളായിട്ടും പെൺകുട്ടികളായിട്ടും. എങ്ങനെയാണ് നമ്മുടെ പെൺകുട്ടികളുടെ ഡ്രസ്സ് ഇങ്ങനെ മേലൊക്കെ കയറിപ്പോയി? നമ്മുടെ പെൺമക്കളുടെ വസ്ത്രം എങ്ങനെയാണ് നിര്യാണി മുഴുവൻ മറിഞ്ഞു കിടക്കണം, കാൽപ്പാദം പോലും മറിഞ്ഞു കിടക്കണം എന്ന് പറഞ്ഞിടത്ത് നിന്ന് അപ്പൊ ഞാൻ പറഞ്ഞോണ്ട് നമ്മുടെ പെൺകുട്ടികളുടെ വസ്ത്രം നിര്യാണിക്ക് മുകളിലേക്ക് കയറിക്കൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഇടുക്കം വീതിയും നീളവും കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയാണത് സംഭവിച്ചത്? ഒന്നാണ്ട് ഓഫാക്കിക്കളല്ലേ എഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മക്കളുടെ വസ്ത്രം മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അത് ശരീരത്തോട് കൂടുതൽ ഇടുങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളാണെങ്കിൽ വളരെ സൂക്ഷ്മതയോടെ വസ്ത്രം ധരിക്കുകയും വളരെ കൃത്യതയോടുകൂടി അക്കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഈ ആയത്ത് നോക്കാണി, വല്ലദീന ആമനു, ഈമാനുള്ള മാതാപിതാക്കൾ, വത്തബഅതുഹും അവരെ പിന്തുടർന്ന, ദുരിയത്തുഹും അവരുടെ മക്കളും ബി ഈമാൻ, ഈമാനുള്ളവരാണെങ്കിൽ. അല്ലേ? ഒരു പനി വരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അതിനെതിരെ മക്കൾക്ക് സംരക്ഷണം ഒരുക്കുന്നവരാണ് നാം. അല്ലേ? അവർക്ക് നേരിടുന്ന ഒരു വിഷമവും സഹിക്കാതെ എത്ര കഷ്ടപ്പെട്ടാലും അത് പരിഹരിക്കാൻ മെനക്കെടുന്നവരാണ് നാം. പക്ഷെ അവർ നേരിടാനിരിക്കുന്ന നരകം എന്ന മഹാവിപത്തിനെ നേരിടുന്നതിൽ, അതിനെതിരെ കവചമൊരുക്കുന്നതിൽ, ബാക്കി നിങ്ങളൊന്ന് പൂരിപ്പിച്ചാണ്, നമ്മുടെ മാതാപിതാക്കളുടെ റോൾ എന്താണ്? ശ്രദ്ധ എന്താണ്? നമ്മുടെ ആൺമക്കളോ പെൺമക്കളോ ആവട്ടെ, സത്യത്തിൽ എവിടേക്കാണ് നമ്മളുടെ പോക്ക്? നമ്മളുണ്ടാക്കുന്ന വീട് നമ്മളുടെ മുകളിലൂടെ ഇടിഞ്ഞ് തകർന്നാൽ നമുക്ക് നഷ്ടമില്ല. പക്ഷേ നമ്മളെയും കൊണ്ട് അവർ നരകത്തിലേക്ക് മറിഞ്ഞു വീണാൽ അത് നമുക്ക് തടസ്സം, അപകടമാണ്. അപ്പോ നമ്മൾ പ്രതിരോധമൊരുക്കേണ്ടത്, കവചമൊരുക്കേണ്ടത് അവരുടെ ദുനിയാവിന് മാത്രമല്ല, പരലോകത്തെ വിജയത്തിനു കൂടി വേണ്ടിയാണ്. നമ്മളോളം അവർക്ക് ഈമാനില്ല എന്ന് വന്നേക്കാം, നമ്മളോളം അവർക്ക് തഖ്വയില്ല എന്നും വന്നേക്കാം, നമ്മളോളം അവർക്ക് ഇബാദത്തോ അമലു സ്വാലിഹാത്തുകളോ ഇല്ല എന്നും വന്നേക്കാം. പക്ഷേ അവർക്ക് ഈമാനുണ്ട് എന്നും തൗഹീദുണ്ട് എന്നും ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട് എന്നും
അമലു സ്വാലിഹാത്തുകളിൽ അവർക്ക് താല്പര്യമുണ്ട് എന്നും നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അവർ വൃത്തികേടുകളിൽ നിന്ന്, കുഫറിൽ നിന്ന്, ദുസ്വഭാവങ്ങളിൽ നിന്ന്, ദുശീലങ്ങളിൽ നിന്ന് അകന്നാണ് ജീവിക്കുന്നത് എന്നുറപ്പ് വരുത്തേണ്ടതുണ്ട്. നോക്കിക്കോളി, ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിറുകൾ പറഞ്ഞതാ, ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത്. മാതാപിതാക്കളുടെ അത്രയും ഈമാനും തഖ്വയും മക്കൾക്കില്ല എന്നു വരാം. എന്നാലും മക്കൾക്ക് ഈമാനും തഖ്വയും അമലു സ്വാലിഹാത്തുകളും ഉണ്ടെങ്കിൽ ആ മക്കളെ പരലോകത്ത് ഈ മാതാപിതാക്കളുടെ പ്രാർത്ഥന പ്രകാരം അള്ളാഹു അവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിപ്പിക്കും എന്നാണ്. സുബ്ഹാനല്ലാഹ്. അൽഹഖ്നാ ബിഹിം ദുർരിയതഹും അൽഹഖ്നാ ബിഹിം ദുർരിയതഹും. ആ മക്കളെ ആ മാതാപിതാക്കളോടൊപ്പം അള്ളാഹു സ്വർഗാവകാശികളാക്കും. പക്ഷെ ഇപ്പോൾ പോകുന്ന പോക്ക് എന്തിനുള്ളതാണ്? ഇവിടക്കുള്ളതാണ്. തട്ടല്ല എന്നായിരുന്നു പണ്ട് പരാതി. പെൺകുട്ടികളുടെ തലയിൽ തട്ടല്ല. ഇപ്പൊ തട്ടം നമുക്കൊരു വിഷയമല്ല. കാരണം അതിനേക്കാൾ വലുതാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? പള്ളി മെമ്പറുകളിൽ എത്രമാത്രം ബോധവൽക്കരിച്ചിട്ടും എത്രമാത്രം ഖുർആൻ ക്ലാസ്സുകൾ നടത്തിയിട്ടും ഈ കുട്ടികളെ അതിൽ പങ്കെടുപ്പിക്കാൻ കഴിയുന്നില്ല. മെമ്പറുകളിൽ ഇക്കാര്യങ്ങളൊട്ട് ചർച്ചയുമില്ല. മനസ്സിലാവാത്ത ഭാഷയാണല്ലോ, അല്ലേ? പിന്നെ ഈ കുട്ടികളോട് ഇത് പറയാനുള്ള സാധ്യതയും സാഹചര്യവും ആർക്കാണ് കിട്ടുന്നത്? മാതാപിതാക്കൾക്ക്. നമ്മളോട്ട് പറയുന്നില്ല. നമ്മളെ പേടി എന്താണെന്നറിയോ? പറഞ്ഞാൽ കുട്ടികൾ എന്തെങ്കിലും കാട്ടിക്കാളുമെന്നാണ്, അല്ലേ? കുട്ടികൾ വലിയ അപകടം ഉണ്ടാക്കിക്കളന്ന്. എന്താണ് ഇതിനേക്കാൾ വലിയ അപകടം? അവര് നരകത്തിൽ നമ്മളെയും കൂടി പിടിച്ചു തള്ളുന്നു എന്നതിനേക്കാൾ വലിയ അപകടം ആണോ? അവർ 2 നേരം ഭക്ഷണം കഴിക്കൂല എന്നുള്ളത്. ചിലപ്പോൾ 2 നേരം ചോറ് പഴഞ്ചോറായി ബക്കറ്റ് കിടന്നിരും. ഓല് പുറത്തെവിടെയും പോയി നിന്നിട്ടുണ്ടാവും. പണ്ട് നമ്മളാപ്പാര് പറഞ്ഞ് എന്തിരുന്നു? ഉമ്മാനോട് വാപ്പാനോട് തെറ്റിയിട്ട് ഭക്ഷണം കഴിക്കാതിരുന്നാല് വിശക്കുമ്പോൾ വന്നോളെന്ന് അറിയുന്നു. പറഞ്ഞില്ലേ? എന്നോടൊക്കെ എത്രയോ തവണ പറഞ്ഞു, വിശക്കുമ്പോൾ അങ്ങോട്ട് വന്നോളും, ബേജാറാവൊന്നും വേണ്ട, മോൻ എത്ര പോകുന്നു എനിക്കറിയാം. എൻ്റെ 12 മക്കളിൽ വാപ്പാൻ്റെ 12 മക്കളിൽ വലിയ പോക്കിന് ഞാനേ. വാപ്പാക്ക് നെവർ മെയിൻറ്റെയിൻ. അതുകൊണ്ട് മകൻ പോക്കിന് തരമൊക്കെയും വടി കണ്ട മൂർഖനെ പോലെ അടക്കി. എന്നിട്ട് വാപ്പൻ്റെ സൗകര്യത്തിന് പോയി. ഇപ്പൊ വാപ്പാർക്കതിന് പറ്റണില്ല എന്നുള്ളതാ പ്രശ്നം. ഏതെങ്കിലും ഒരു വാപ്പങ്ങാനും പറയാൻ നിന്നാൽ അപ്പൊ ഉമ്മയാണ് മകന്റെ സംരക്ഷകൻ, മകളുടെ സംരക്ഷകൻ, അല്ലേ? നിങ്ങൾ മനസ്സിലാവും. ഓരോന്നും പറയുന്നുണ്ട്. അപ്പത്തെ കുട്ടികൾ പഴയ പോലെയൊന്നുമല്ല. കുട്ടികളെന്താ പറയാനറിയില്ല, എന്താ ചെയ്യാനറിയില്ല. ഓനെ മാനം കെടുത്തലാ. ഓൻ്റെ കൂട്ടുകാരും ഓളെ കൂട്ടുകാരികളൊക്കെ അങ്ങനെയില്ലേനാ. ഓണായിട്ട് പോകും. മുമ്പേ ഗമിക്കുന്ന ഗോവു തൻ്റെ പിമ്പേ ഗമിക്കും കിടാങ്ങളെല്ലാം എന്നാണ്. ഓണാട്ടിൽ എല്ലാവരോടും ഓടുന്നുണ്ടാവും. വല്ലദീനാമനു വത്തബഅതുഹും ദുരിയതഹും ബിഈമാനിൻ അൽഹഖ്നാ ബിഹിം ദുരിയതഹും വമാ അലത്നാഹും. നാം അവർക്കൊന്നും നഷ്ടപ്പെടുത്തുകയില്ല. മിൻ അമലിഹിം, അവരൊക്കെ ചെയ്ത സൽക്കർമ്മങ്ങളിൽ നിന്ന്, മിൻ ഷൈഇൻ, ഒരണു തൂക്കവും ഞാൻ അവരുടേത് ഇല്ലാതാക്കുകയില്ല. ഞാൻ ഉദ്ദേശിച്ച രൂപത്തിലല്ല അവർ പോണെന്ന് എനിക്കറിയാം. അള്ളാഹുവിൻ്റെ കൃപ വഴിഞ്ഞൊഴുകുന്നു. നോക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ വാത്സല്യം, അള്ളാഹുവിൻ്റെ ദയ, അള്ളാഹുവിൻ്റെ കാരുണ്യം. ഞാൻ ഉദ്ദേശിച്ചതുപോലെ എല്ലാവരും നടക്കണമെന്ന് എനിക്കറിയാം. ഉമ്മാൻ്റെ ബാപ്പാൻ്റെ ഇഷ്ടത്തിനും എല്ലാവരും നടക്കണമെന്ന് എനിക്കറിയാം. പക്ഷെ അവർ വലിയ പോക്കിരികളൊന്നും അല്ലല്ലോ.
അവർക്ക് ഫർളുകളിൽ വീഴ്ചയൊന്നുമില്ലല്ലോ, വാജിബുകളിൽ വീഴ്ചയൊന്നുമില്ലല്ലോ, ഹറാമുകളൊന്നും അവർ ചെയ്യുന്നില്ലല്ലോ, ബാക്കിയുള്ളതൊക്കെ അല്ലേ. അത് സാരല്ല നോക്കും ഞാൻ, സുബ്ഹാനല്ലാഹ്, അത് സാരല്ല നോക്കും, മാതാപിതാക്കളോടൊപ്പം സ്വർഗത്തിലേക്ക് എത്തിക്കും. പക്ഷെ ഇതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു അവസാനിപ്പിച്ചത് എങ്ങനെ അറിയോ? കുല്ലുംറിഇൻ, എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഓരോ മനുഷ്യനും പരലോകത്ത് വരേണ്ടി വരിക ബിമാ കസബ, അവനവൻ സമ്പാദിച്ചതിൻ്റെ റഹീൻ, പണയമായിട്ടായിരിക്കും. എന്നർത്ഥം, പൊറുക്കപ്പെടാത്തതുണ്ടെങ്കിൽ രക്ഷയില്ല, ഫർളുകളിൽ വീഴ്ചയുണ്ടെങ്കിൽ രക്ഷയില്ല, ഹറാമുകൾ പരിധി വിട്ടു പൊറുക്കാൻ പറ്റാത്തതായി പോയി തീർന്നു എങ്കിൽ രക്ഷയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ പിടിവിട്ടിട്ടില്ല, നമ്മുടെ മക്കൾ പിടിവിട്ടിട്ടില്ല. നമ്മുടെ അത്രയുമില്ല എന്നേ ഉള്ളൂ അല്ലേ? ഒന്ന് തോളിൽ പിടിച്ചാൽ, ഒന്ന് ചേർത്ത് നിർത്തിയാൽ അല്ലേ, ഒരു ദയയും വിട്ടുവീഴ്ചയും ഉണ്ടായാൽ, ഒരു കരുണാപൂർവമായ പെരുമാറ്റമുണ്ടായാൽ കൂടെ കൂട്ടാവുന്നതേ ഉള്ളൂ നമ്മുടെ മക്കൾ. അത്രേ ഉള്ളൂ. നമ്മുടെ മക്കളിൽ കള്ളുകുടിയന്മാരോ പെണ്ണുപിടിയന്മാരോ പലിശ കച്ചവടക്കാരോ ചൂതാട്ടക്കാരോ കൊള്ളക്കാരോ ഇല്ല. പിന്നുള്ളത് എന്താ? 5 നേരം നിസ്കരിക്കുന്നതിൽ ചെറിയ അലസത ഉണ്ടല്ലോ, നിർബന്ധമായ ബാധ്യതകൾ നിർവഹിക്കുന്നതിൽ ചില അലസത ഉണ്ടല്ലോ, വസ്ത്രധാരണത്തിലും പെരുമാറ്റ മര്യാദകളിലും വീഴ്ചകളുണ്ട് ഉണ്ടല്ലോ, സംസാരത്തിൽ ചില ആദരവ് കുറവുകളും സ്നേഹക്കുറവുകളും ഉണ്ട്. നമ്മൾ തിരുത്തിയാൽ തിരിഞ്ഞു വരുന്നിടത്തേ നമ്മളെ മക്കളുള്ളൂ. അതുകൊണ്ട് ഈ ആയത്തിൽ നന്നായി പഠിക്കുക, എന്നിട്ട് മക്കളെ കൂടെ കൊണ്ടുപോകാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുക. അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും സ്വർഗാവകാശികളാക്കുമാറാവട്ടെ.